ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിലുള്ള അടുത്ത തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ചെറിയ റീഡിംഗ് ആയിരിക്കും. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത തീരുമാനം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും. നമ്മുടെ ടോപ്പിക് എന്താണോ, കണ്ടന്റ് എന്താണോ, അതിനനുസരിച്ച് മാത്രമാണ് കാർഡ്സ് എടുക്കുന്നത്. സോ ചെറിയ റീഡിംഗ് ആയിരിക്കും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ. 6 ഓഫ് സോർഡ്സ് ആണ്. ഫൈവ് ഓഫ് കപ്സ് ആണ്. ഡെത്ത് വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് 6 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. ആദ്യം തന്നെ പറയാം, തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നതാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പം ഇവിടെ വ്യക്തിയെ തന്നെയാണ് കാണിക്കുന്നത്, വ്യക്തികളെയാണ് കാണിക്കുന്നത്. സോ മേ ബി ചിലർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ഓർ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ കൂടുതലായിട്ടും കാണുന്ന ഒരു എനർജി വേറെ വ്യക്തികളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. സോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. ആ തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ അവർ തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അവർ ചെയ്യേണ്ട ഒരു കടമയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവരുടെ മനസ്സ് ഇവിടെയല്ല ഉള്ളത്. അതായത് തേർഡ് പാർട്ടിയുടെ കൂടെ പോകുന്നു എന്നേ ഉള്ളൂ, അവരെ കൊണ്ട് പോകുന്നു. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നോക്കേണ്ടതാണ്, അവരുടെ കൂടെ മൂവ് ചെയ്യേണ്ടതാണ്. പക്ഷെ മനസ്സ് ഇവിടെയല്ല ഉള്ളത്, അവർ മാറിയാണ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വന്നത് 5 ഓഫ് കപ്സ് ആയിരുന്നു. ഇവരുടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നതാണിത്. ദാറ്റ് മീൻസ് ഇപ്പം എലോൺ ആണ്. അതിനർത്ഥം ചിലപ്പം നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാത്തതിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതായിരിക്കാം മെയിനായിട്ടും കാണിക്കുന്നത്. റീസൺ ആയിട്ട് തേർഡ് പാർട്ടികളെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാൾ, എലോൺ ആയിട്ടിരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അവർ സ്നേഹം, എന്താ പറയുക, സ്നേഹമില്ലാത്ത ആളുകൾക്ക് സ്നേഹം കൊടുക്കുന്നതായിട്ട് കാണുന്നു. ബേക്കിൽ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പകരം സ്നേഹമില്ലാത്ത, അല്ലെങ്കിൽ അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ കണ്ടിട്ടുള്ളത്. തേർഡ് പാർട്ടിയെ അവർ കൊണ്ടുപോകുന്നു, അത് അവർ മനസ്സോടെയല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ കണ്ടത്. ഓക്കെ, അപ്പം മേ ബി ഇവിടെ ബേക്കിൽ സ്നേഹത്തോടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ നിൽക്കുന്ന ആൾ നിങ്ങളായിരിക്കാം. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് ഇവിടെ ഡെത്ത് കാർഡും ഡെവിൾ കാർഡുമാണ് വന്നിട്ടുള്ളത്. അത് സിറ്റുവേഷനാണ്, അവരുടെ എനർജിയാണ്. ആ ഒരു അവസ്ഥയിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ഇവിടെ ഡെത്ത് കാർഡാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡ് ചെയ്ത് ഒരു റീബേർത്ത് ആണ് കാണിക്കുന്നത്. ഓക്കെ, റീബേർത്ത് വേണം എന്നുള്ള അവരുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കും. അതായത് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനെല്ലാം കുഴിച്ചു മൂടിയിട്ട് ഒരു പുതിയ റീബേർത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പഴയ പാസ്റ്റിൽ എല്ലാത്തിനെയും മാറ്റി നിർത്തി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കും എന്നുള്ള രീതിയിലാണ് ഡെത്ത് കാർഡ് കാണിക്കുന്നത്. ആൻഡ് അഗെയിൻ വേൾഡ് കാർഡാണ്. അവർ ഒരു കംപ്ലീഷൻ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളിലേക്കുള്ളൊരു തിരിച്ചു വരവ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പം നിങ്ങളെയും കൂടി കൂടെ കൂട്ടുക, അതിനെയാണ് കംപ്ലീറ്റഡ് ആക്കുക അവരുടെ ലൈഫിനെ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ് ആണെങ്കിലും അതിലവർ സന്തോഷത്തിലല്ല.
അത് അവർക്ക് ചെയ്യേണ്ട ഒരു കടമയായിട്ട് അവർ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് അവർ ആ തേർഡ് പാർട്ടിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷനാണ് കാണുന്നത്. അത് അവർ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ നാട്ടിലും അവർ വിദേശത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിൽ അവർ കാണാനുള്ള ഒരു ഡേറ്റിംഗ് അല്ലെങ്കിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് പോലെ. ഓക്കെ, അതായത് പഴയതെല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു കാലെടുത്ത് വെക്കലാണ് കാണുന്നത്. രണ്ടും പോസിറ്റീവ് കാർഡ്സ് ആണ് നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് ഇവരിങ്ങനെ തീരുമാനിക്കാനുള്ള റീസൺ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. അവരുടെ സിറ്റുവേഷൻ ആയിട്ട് അവരുടെ എലോൺ ആയിട്ടുള്ള അവസ്ഥയും അവരിപ്പം കറൻ്റ്ലി അവർ തേർഡ് പാർട്ടിയുടെ കൂടെ മനസ്സില്ല മനസ്സോടെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടത്. ഓക്കെ, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ അടുത്തുള്ള ഒരു അട്രാക്ഷൻ ഇവിടെ വളരെയധികം അട്രാക്ഷൻ കാണുന്നുണ്ട്. അതായത് അവർക്ക് ഒരു അഡിക്ഷൻ ആണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പം ആ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പം അതിനെ വിട്ടുകളയാൻ അവർക്ക് പറ്റില്ല. അപ്പം ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളിലും അവർ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അത് കൈവിട്ട് പോകാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അതും ഈ ഒരു നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷനിലേക്ക് നിങ്ങളെ കൂടെ കൂട്ടാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കംപ്ലീഷൻ കൊണ്ടുവരണം എന്നുള്ള അവരുടെ ഉറച്ച തീരുമാനത്തിന് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ റീസൺ ആണത്. ഓക്കെ, ആ ഒരു അഡിക്ഷൻ നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ആൻഡ് അഗെയിൻ കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഒരു സ്ട്രോങ് ആവുകയാണ് അവർ, ശക്തി ആർജിക്കുകയാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ട ഓരോ പ്ലാൻസും അവർ ഭയങ്കര ബോൾഡായിട്ട് എടുക്കുകയാണ്, സ്ട്രോങ് ആയിട്ട് എടുക്കുകയാണ് എന്നുള്ളതാണ്. ആൻഡ് 6 ഓഫ് വാൻഡ്സ് ആണ്, പോസിറ്റീവ് കാർഡാണ്. വന്നുകൊണ്ടിരിക്കുകയാണ് അവർ എന്നുള്ള കാർഡാണത്. ദാറ്റ് മീൻസ് അവരുടെ തീരുമാനങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിട്ടായിരിക്കാം, വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് കാർഡാണത്. സോ നെക്സ്റ്റ് ആക്ഷനിൽ നമുക്കിവിടെ ഒറ്റ വാക്കിൽ തന്നെ പറയാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കുക, അവിടെ ഒരു കംപ്ലീഷൻ കൊണ്ടുവരിക. അതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റീസൺസ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, എഗെയിൻ നമുക്കൊരു 3 കാർഡ്സും കൂടി എടുത്തിട്ട് റീഡിങ് സ്റ്റോപ്പ് ചെയ്യാം. 8 ഓഫ് പെൻഡക്കിൾ ആണ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അതിനവർ വെയിറ്റിംഗ് ആണ് കേട്ടോ, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട്. ഹൈ പ്രീസ്റ്റസ് ആണ്. മേ ബി പ്രാർത്ഥിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടാകാം. ഇവിടെ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മീൻസ് അവരുടെ മനസ്സിലെ ഒരു ആഗ്രഹമാണത്. പ്രാർത്ഥന എന്ന് പറയുമ്പം ഗോഡിനെ വിളിച്ചിട്ട് അവർ സൊല്യൂഷൻ ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾ ഗോഡിനെ വിളിച്ച് സൊല്യൂഷൻ ചോദിക്കുന്നതല്ല. ഈ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അത്രയും ആത്മാർത്ഥമായിട്ട് അവരത് ആഗ്രഹിക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമ്മളിങ്ങനെ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ എംപ്രസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് സോർട്സ് ആണ്. അതുപോലെ 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഇത് 9 ഓഫ് സോർട്സ് എന്ന് പറയുമ്പം ഇത് അവരുടെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കാണിക്കുന്നതാണ്. അതായത് അവർക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥ, അതുപോലെ ഒന്നിലേക്കും കോൺസെൻട്രേറ്റഡ് ആവാൻ പറ്റുന്നില്ല, അവർ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു, അവർക്ക് ഒന്നിലും ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവർ ഭയങ്കര സെഡായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ആൻസൈറ്റി ഒക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. സോ ഇതാണ് അവരുടെ അവസ്ഥ, അതാണ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഓൾറെഡി പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട്. ആൻഡ് ഇവിടെ 7 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വരുമ്പം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ഹാർഡ് വർക്ക് എവിടെ എത്തുന്നില്ല. മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവണമായിരിക്കും. അതായത് ഒരേപോലെ ഈക്വലായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. അവരുടെ ഭാഗത്ത് മാത്രം ഒരു തീരുമാനം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതായിരിക്കാം. ഓക്കെ,
നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. എംപ്രസ് കാർഡായിരുന്നു നമുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ടായിരുന്ന കാർഡ്. ഇത് സ്നേഹം ഒരുപാട് ഒഴുകുന്ന, അല്ലെങ്കിൽ കെയർ തരാൻ ആഗ്രഹിക്കുന്ന, ഒരു ഫെമിനിൻ എനർജി ഭയങ്കരമായിട്ട് കൂടുന്നൊരു ടൈമാണ് അവരത്. അതായത് ഇപ്പം നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. അപ്പം ഒരു ജീവിതത്തിൽ എപ്പോഴും ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ നല്ല കെയറിങ്ങോടെ ഒരു നല്ലൊരു പാത്തിലൂടെ ആ ഒരു ജീവിതത്തെ നയിക്കുന്നത് ലേഡി എനർജി ആയിരിക്കും, ഫെമിനിൻ എനർജി ആയിരിക്കും. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ഒരു മെയിൽ എനർജി ആയിരിക്കും. പക്ഷെങ്കിൽ സ്നേഹത്തോടെയും കെയറിങ്ങോടെയും എല്ലാം കൊണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എപ്പോഴും ഒരു ലേഡി എനർജി ആയിരിക്കും. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക്, ഫെമിനിൻ എനർജിയിലേക്ക് കൂടുതലായിട്ട് ഇവർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി അവർക്ക് ഭയങ്കരമായിട്ടും മിസ്സിങ്ങും അതുപോലെ തന്നെ സാഡ് ആയിട്ടുള്ളൊരു എനർജിയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറേ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോകുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്തു നോക്കാം. (32) വന്നിട്ടുണ്ട്. ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ ആയിരിക്കാം. 48 വന്നിട്ടുണ്ട്. ഏജ് ആയിരിക്കാം. Z വന്നിട്ടുണ്ട്. 31 വന്നിട്ടുണ്ട്. ഏജ് ആയിരിക്കാം, ഓർ എന്തെങ്കിലും ഡേറ്റ് ആയിരിക്കാം. M വന്നിട്ടുണ്ട്. ആൻഡ് 16 വന്നിട്ടുണ്ട്. അതുപോലെ 6 വന്നിട്ടുണ്ട്. ഓക്കെ, ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലുമൊക്കെ ഡേറ്റ് ആയിരിക്കാം. 37 വന്നിട്ടുണ്ട്. H വന്നിട്ടുണ്ട്. 34, 27, 46, 33. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് 22. ഓൾമോസ്റ്റ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏജാന്ന് തോന്നുന്നു. സോ അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.